ഹലോ ഗൈസേ, ഇവിടെ ഒരു ഷോപ്പൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഹോട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ ഷോപ്പ്. ഞങ്ങളുടെ സ്ഥലത്തെ പുതിയ ഷോപ്പാണ്. കുറേ സ്വീറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്. കംപ്ലീറ്റ് സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു. കുറേ ബിസ്ക്കറ്റ്സ്. ഫെറേറോ റോച്ചർ ഇരിക്കുന്നുണ്ടോ ഗൈസ്? അവിടെ ഫെറേറോ റോച്ചറിൻ്റെ ചെറുത് എനിക്ക് ഇഷ്ടമല്ലാത്ത മുട്ടായി കേട്ടോ. പക്ഷേ കിറ്റ് കാറ്റ്, ഗാലക്സി, സിൽക്ക് ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കിൻഡർ ജോയ് അതൊക്കെ. അപ്പോൾ ഗൈസ്, പീനട്ട് ബട്ടർ, സ്നിക്കേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, കിറ്റ് കാറ്റ് ഇനി ഇഷ്ടമുള്ള എല്ലാം ഉണ്ട് ഗൈസേ. കണ്ടോ, ഡഫ് മിറ്റ്. എന്ത് ഇത്? കേക്കിൻ്റെ ഐറ്റമാണിത്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നഗ്ഗറ്റ്സ് എന്നും കണ്ടായിരുന്നു തോന്നുന്നു. ഇതായിരിക്കുന്നു ഗൈസ് നമ്മുടെ സാധാരണ നമ്മളൊക്കെ മേടിക്കുന്ന കേക്കുകൾ. കണ്ടോ? പിന്നെ ഓണത്തിന് വേണ്ടി ഇട്ടേക്കുന്ന ചിപ്സ്, ചക്ക ചിപ്സ്, പല ചിപ്സുകളുണ്ട് ഗൈസ്. പിന്നെ മുറുക്കുകൾ, പല മുറുക്ക്, പണ്ടത്തെ അരിമുറുക്ക് തന്നെ എല്ലാ മുറുക്കുകളും ഐറ്റം, മിച്ചാർ എല്ലാം ഉണ്ട് ഗൈസ്. ചോക്ക്, മാർബിൾ കേക്ക്, ഹോട്ട് കേക്ക്, മാർബിൾ കേക്ക്, ബനാന ഹോട്ട് കേക്കിന് എത്ര രൂപയാണെന്നോ കേട്ടോ. ഇതെനിക്ക് എൻ്റെ മദറിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അയ്യോ നോക്കട്ടെ ഗൈസ്, ഇതിന് 180 രൂപയേ ഉള്ളൂ. പിന്നെ നമുക്ക് എടുക്കണം ഗൈസ് അത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കേക്ക്, പായസ കേക്ക്. വാട്ട് ടൈപ്പ് ഓഫ് കേക്ക്? പായസ കേക്ക് എന്ന് വെച്ചാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതെന്താ മോനെ ഈ പായസ കേക്ക് എന്ന് പറഞ്ഞാൽ? ഇങ്ങ് വാ, ഞാനാണോ അങ്ങോട്ട് വരണ്ടേ? ഇങ്ങ് വാ. ഇതവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പായസത്തിൽ ഏലക്കയും പാലുമൊക്കെ ഒഴിച്ച് പായസം വെക്കത്തില്ലേ, അതിനെ മണം, അത് ആ മണമുള്ള കേക്കാണ്. അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മതി, പായസത്തിൻ്റെ ഫ്ലേവർ. ഇനി 210 അന്നേരം പായസം കുടിച്ചാൽ പോരെ, അതുകൊണ്ട് എനിക്ക് ആ കേക്ക് വേണ്ട, എനിക്കിത് വേണം. ബനാന കേക്ക് മേടിക്കാൻ പോകുന്നു ഗൈസ് ഓണമായിട്ട്. പിന്നെ ഒരുപാടുണ്ട്. സാന്ത പ്ലം കേക്ക്, സാന്റ, വാനില, അതൊക്കെ അതിൻ്റെ എസൻസാണ്. സോ ഞാനിത് മേടിച്ച് ബില്ലടിക്കട്ടെ ഗൈസ്. എല്ലാവർക്കും ഓണാശംസകൾ. ഓണമായിട്ടൊരു കേക്കൊക്കെ മേടിച്ച് കഴിക്കും ഗൈസ്.